തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം. കുശവന്റെ വീട്ടിൽ. കർത്താവ് ജെറമിയായോട് അരുൾ ചെയ്തു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ചു ഞാൻ നിന്നോട് സംസാരിക്കാം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും. അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്കും നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എന്റെ കയ്യിൽ നിങ്ങൾ. ഏതെങ്കിലും ഒരു ജനതയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യണമെന്ന്, തകർത്തു നശിപ്പിക്കണമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്നും പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിനാശത്തെക്കുറിച്ചു ഞാൻ അനുതപിക്കും. ഏതെങ്കിലും ഒരു ജനതയോ ഒരു രാജ്യത്തെയോ പടുത്തുയർത്താമെന്നും നട്ടുവളർത്തുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത എന്റെ വാക്ക് ചെവിക്കൊള്ളാതെ എന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കും. അതുകൊണ്ട് യൂദയായിലെ ആളുകളോടും ജെറുസലേം നിവാസികളോടും പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരുപിടിപ്പിക്കുന്നു. നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നനച്ചിരിക്കുന്നു. ഓരോരുത്തനും അവനവന്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയട്ടെ. നിങ്ങളുടെ വഴികളും പ്രവൃത്തികളും തിരുത്തുവിൻ. എന്നാൽ അവർ പറയുന്നു, ഇതെല്ലാം വ്യർത്ഥമാണ്. ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും. ഓരോരുത്തരും അവനവന്റെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും. ജനം കർത്താവിനെ പരിത്യജിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതുപോലെയൊന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ജനതകളുടെ ഇടയിൽ ആരായുവിൻ. ഇസ്രായേൽ കന്യക അതിഭീകരമായ കൃത്യം ചെയ്തിരിക്കുന്നു. ലെബനോനിലെ മഞ്ഞു ഉയർന്ന പാറയിടുക്കുകളിൽ നിന്നും മായുമോ? പർവ്വതത്തിൽ നിന്നുള്ള ശീതജലപ്രവാഹം വറ്റിപ്പോകുമോ? എന്നിട്ടും എന്റെ ജനം എന്നെ മറന്നു കളഞ്ഞു. വ്യർത്ഥതകൾക്ക് അവർ ധൂപാർച്ചന നടത്തുന്നു. അവർ തങ്ങളുടെ പുരാതന പാതകളിൽ കാലിടറി വീണു. രാജവീഥി വിട്ട് ഊടുവഴികളിൽ അവർ നടന്നു. അവർ തങ്ങളുടെ നാടിനെ ശൂന്യവും എന്നേക്കും പരിഹാസപാത്രവുമാക്കി. അതിലെ കടന്നു പോകുന്നവർ അന്താളിച്ചു തല കുനിക്കുന്നു. കിഴക്കൻ കാറ്റെന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുൻപിൽ ചിതറിക്കും. അവരുടെ അനർത്ഥത്തിന്റെ നാളിൽ അവരുടെ നേർക്കു മുഖമല്ല പുറമാണ് ഞാൻ തിരിക്കുക. പ്രതികാരത്തിനായി പ്രാർത്ഥന. അപ്പോൾ അവർ പറഞ്ഞു, വരുവിൻ, നമുക്ക് ജെറമിയാക്കെതിരെ ഗൂഢാലോചന നടത്താം. എന്തെന്നാൽ പുരോഹിതനിൽ നിന്നും ന്യായമുപദേശവും ജ്ഞാനിയിൽ നിന്നും ആലോചനയും പ്രവാചകനിൽ നിന്നും വചനവും നശിച്ചു പോവുകയില്ല. വരുവിൻ, നമുക്ക് അവനെ നാവുകൊണ്ട് തകർക്കാം. അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും വേണ്ട. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ ശത്രുക്കൾ പറയുന്നത് ശ്രദ്ധിക്കണമേ. നന്മയ്ക്ക് പ്രതിഫലം തിന്മയോ? അവർ എന്റെ ജീവന് വേണ്ടി കുഴി കുഴിച്ചിരിക്കുന്നു. അവരെ പറ്റി പലതും പറയാനും അവരുടെ കോപം അങ്ങയുടെ കോപം അവരിൽ നിന്ന് അകറ്റാനും ഞാൻ അങ്ങയുടെ മുൻപിൽ നിന്നത് ഓർക്കണമേ. അതുകൊണ്ട് അവരുടെ മക്കളെ പട്ടിണിക്കിരയാക്കണമേ. വാളിന്റെ വായ്ത്തലയ്ക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കണമേ. അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവകളുമായി തീരട്ടെ. പുരുഷന്മാർ മഹാമാരി ബാധിച്ചു മരിക്കട്ടെ. യുവജനങ്ങൾ യുദ്ധത്തിൽ വാളിനിരയാകട്ടെ. അങ്ങ് മുന്നറിയിപ്പ് കൂടാതെ അവരുടെ മേൽ കവർച്ചക്കാരെ കൊണ്ടുവരണമേ. അവരുടെ വീടുകളിൽ നിന്ന്
ആർത്തനാദം ഉയരട്ടെ. എന്തെന്നാൽ എന്നെ പിടിക്കാൻ അവർ കുഴി കുഴിച്ചു, എന്റെ കാലുകൾക്ക് അവർ കെണിവെച്ചു. കർത്താവേ, എന്നെ വധിക്കാനുള്ള അവരുടെ ആലോചന അങ്ങ് അറിയുന്നു. അവരുടെ അകൃത്യം പൊറുക്കരുതേ. അവരുടെ പാപം അവരുടെ മുൻപിൽ നിന്ന് മായ്ച്ചു കളയരുതേ. അങ്ങയുടെ മുൻപിൽ അവർ മറിഞ്ഞു വീഴട്ടെ. അങ്ങയുടെ ക്രോധത്തിന്റെ നാളിൽ അവരെ നശിപ്പിക്കണമേ. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായം. ഉടഞ്ഞ മൺകലം. കർത്താവ് അരുൾ ചെയ്യുന്നു, നീ പോയി കുശവനോട് ഒരു മൺകലം വിലയ്ക്ക് വാങ്ങുക. ജനപ്രമാണികളിൽ നിന്നും പുരോഹിത ശ്രേഷ്ഠന്മാരിൽ നിന്നും കുറച്ചുപേരെ കൂട്ടിക്കൊണ്ട് കലക്കക്ഷണ കവാടം കടന്ന് ബെൻഹിനോം താഴ്വരയിൽ ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ പ്രഘോഷിക്കുക. നീ പറയണം, യൂദയ രാജാക്കന്മാരെ, ജെറുസലേം നിവാസികളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ ഈ സ്ഥലത്ത് അനർത്ഥം വർഷിക്കാൻ പോകുന്നു. കേൾക്കുക, ഏതൊരുവന്റെയും ചെവി തരിപ്പിക്കുന്ന അനർത്ഥം. എന്തെന്നാൽ ജനം എന്നെ ഉപേക്ഷിച്ചു, അവർ ഈ സ്ഥലം അശുദ്ധമാക്കി. അവരോ അവരുടെ പിതാക്കന്മാരോ യൂദാ രാജാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവർ ഇവിടെ ധൂപം അർപ്പിച്ചു. നിഷ്കളങ്ക രക്തം കൊണ്ട് ഈ സ്ഥലം അവർ നിറച്ചു. ബാലിനു ദഹനബലിയായി തങ്ങളുടെ മക്കളെ അഗ്നിയിൽ ഹോമിക്കാൻ വേണ്ടി അവർ പൂജാഗിരികൾ പണിതു. അങ്ങനെ ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയോ വിധിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ചെയ്തില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ സ്ഥലം തോഫെത്ത് എന്നോ ബെൻഹിനോം താഴ്വര എന്നോ വിളിക്കപ്പെടാത്ത ദിനങ്ങൾ വരുന്നു. കൊലയുടെ താഴ്വര എന്നായിരിക്കും അത് വിളിക്കപ്പെടുക. യൂദയായുടെയും ജെറുസലേമിന്റെയും പദ്ധതികൾ ഈ സ്ഥലത്ത് വെച്ചു ഞാൻ പരാജയപ്പെടുത്തും. അവയിൽ ജനങ്ങൾ ശത്രുക്കളുടെ വാളിനിരയാകും. അവരെ വേട്ടയാടുന്നവർ അവരെ വെട്ടിവീഴ്ത്തും. അവരുടെ മൃതദേഹങ്ങൾ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി ഞാൻ നൽകും. ഈ നഗരത്തെ ഞാൻ ഭീകരവും അവജ്ഞാപാത്രവുമാക്കും. സമീപത്തു കൂടി കടന്നു പോകുന്നവർ അതിന്റെ കെടുതികൾ കണ്ടു ഭയപ്പെടുകയും വിസ്മയിച്ചു ചൂളം വിളിക്കുകയും ചെയ്യും. അവരുടെ ജീവനെ തേടുന്ന ശത്രുക്കൾ അവരെ വളയുകയും ഞെരുക്കുകയും ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ പുത്രന്മാരുടെയും അയൽക്കാരന്റെയും മാംസം ഭക്ഷിക്കാൻ ഞാൻ ഇടവരുത്തും. ഇത് പറഞ്ഞിട്ട് നിന്റെ കൂടെ പോന്നവർ കാൺകെ കലം ഉടയ്ക്കുക. എന്നിട്ട് അവരോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഒരിക്കലും കൂട്ടിച്ചേർക്കാനാകാത്ത വിധം കുശവന്റെ കലം തകർന്നതുപോലെ ഈ ജനത്തെയും നഗരത്തെയും ഞാൻ തകർക്കും. വേറെ ഇടമില്ലാത്തതിനാൽ തോഫെത്തിൽ അവരെ മറവു ചെയ്യും. കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ സ്ഥലത്തോടും അതിലെ നിവാസികളോടും ഞാൻ ഇപ്രകാരം ചെയ്യും. ഈ നഗരത്തെ ഞാൻ തോഫെത്തിന് തുല്യമാക്കും. ജെറുസലേമിലെ ഭവനങ്ങളും യൂദയ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും തോഫെത്ത് പോലെ മലിനമാക്കപ്പെടും. ഈ ഭവനങ്ങളുടെ മേൽപ്പുരകളിൽ ആകാശ ശക്തികൾക്ക് ധൂപാർച്ചനയും അന്യദേവന്മാർക്ക് പാനീയ ബലിയും നടത്തിയിരുന്നു. തോഫെത്തിൽ പ്രവചിക്കാൻ ദൈവം അയച്ച ജെർമിയ അവിടെ നിന്നും മടങ്ങി. ദേവാലയ അങ്കണത്തിൽ നിന്നുകൊണ്ട് അവൻ സകലരോടുമായി പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഈ നഗരത്തിന്റെ മേലും ചുറ്റുമുള്ള എല്ലാ പട്ടണങ്ങളിൽ മേലും ഞാൻ വരുത്താൻ പോകുന്നു. എന്തെന്നാൽ അവർ തങ്ങളുടെ ഹൃദയം കഠിനമാക്കുകയും എന്റെ വാക്ക് നിരസിക്കുകയും ചെയ്തിരിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം. പാശൂറുമായി വിവാദം. ഇമ്മറിന്റെ മകനും ദേവാലയത്തിലെ പ്രധാന മേൽവിചാരിപ്പുകാരനുമായ പാശൂർ എന്ന പുരോഹിതൻ ജെർമിയ പ്രവചിക്കുന്നത് കേട്ടു. അവൻ ജെർമിയ പ്രവാചകനെ അടച്ചിട്ട് ദേവാലയത്തിലേക്കുള്ള മുകളിലെ ബെഞ്ചമിൻ കവാടത്തിങ്കൽ ഒരു മുക്കാലിയിൽ കെട്ടിയിട്ടു.
പിറ്റേ ദിവസം പാഷൂർ ജെർമിയായെ അഴിച്ചുവിട്ടു. അപ്പോൾ ജെർമിയ അവനോട് പറഞ്ഞു, കർത്താവ് നിന്നെ വിളിക്കുന്നത് പാഷൂർ എന്നല്ല, സർവത്ര ഭീതി എന്നാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ നിനക്ക് തന്നെയും നിന്റെ സകല സുഹൃത്തുക്കൾക്കും ഭീതിയാക്കി തീർക്കും. നിന്റെ കൺമുൻപിൽ വെച്ച് അവർ ശത്രുക്കളുടെ വാളിനിരയാകും. യൂദ മുഴുവനെയും ഞാൻ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും. അവൻ അവരെ തടവുകാരാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി വാളുകൊണ്ട് വധിക്കും. നഗരത്തിലെ സർവ്വസമ്പത്തും ആദായവും വിലപിടിപ്പുള്ള സകല വസ്തുക്കളും യൂദയ രാജാക്കന്മാരുടെ സമസ്ത നിക്ഷേപങ്ങളും അവരുടെ ശത്രുക്കൾക്ക് ഞാൻ കൊടുക്കും. ശത്രുക്കൾ അവ കൊള്ളയടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകും. പാഷൂർ, നീയും നിന്റെ കുടുംബവും ബാബിലോണിലേക്ക് നാട് കടത്തപ്പെടും. അവിടെ വെച്ച് നീയും നിന്റെ വ്യാജപ്രവചനം ശ്രവിച്ച നിന്റെ കൂട്ടുകാരെല്ലാവരും മരിച്ചു മണ്ണടിയും. ജെർമിയായുടെ പരാതി. കർത്താവേ, അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു. ഞാൻ വഞ്ചിതനായി. അങ്ങ് എന്നേക്കാൾ ശക്തനാണ്. അങ്ങ് വിജയിച്ചിരിക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി. എല്ലാവരും എന്നെ അപഹസിക്കുന്നു. വായ് തുറക്കുമ്പോഴൊക്കെ അക്രമം, നാശമെന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കർത്താവിന്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. അവിടുത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല. അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ അടക്കാൻ ശ്രമിച്ചു. ഞാൻ തളർന്നു. എനിക്ക് സാധിക്കുന്നില്ല. പലരും അടക്കം പറയുന്നത് ഞാൻ കേൾക്കുന്നു. സർവത്ര ഭീതി. അവനെതിരെ ആരോപണം നടത്തുക. നമുക്ക് അവനെതിരെ കുറ്റാരോപണം നടത്താം. എന്റെ കൂട്ടുകാരായിരുന്നവർ ഞാൻ വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. അവന് വഴി തെറ്റിയേക്കാം. അപ്പോൾ നമുക്ക് അവന്റെ മേൽ വിജയം നേടാം, പ്രതികാരം നടത്തുകയും ചെയ്യാം. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. അതിനാൽ എന്റെ പീഡകർക്ക് കാലിടറും. അവർ എന്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവെ, നീതിമാനെ പരിശോധിക്കുകയും ഹൃദയവും മനസ്സും കാണുകയും ചെയ്യുന്നവനെ, അങ്ങ് അവരോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ എന്നെ അനുവദിക്കണമേ. അങ്ങിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത്. കർത്താവിന് കീർത്തനം പാടുവിൻ, അവിടുത്തെ സ്തുതിക്കുവിൻ. എന്തെന്നാൽ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ദരിദ്രരുടെ ജീവനെ അവിടുന്ന് രക്ഷിച്ചു. ഞാൻ പിറന്ന ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നിനക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന വാർത്തയറിയിച്ച് അവനെ സന്തോഷിപ്പിച്ചവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കർത്താവ് നിർദ്ദയം നശിപ്പിച്ച പട്ടണം പോലെ ആകട്ടെ അവൻ. രാവിലെ നിലവിളിയും ഉച്ചയ്ക്ക് പോർവിളിയും അവന് കേൾക്കാൻ ഇടവരട്ടെ. എന്തുകൊണ്ട് അവൻ എന്നെ പിറക്കുന്നതിന് മുൻപേ കൊന്നില്ല? എൻ്റെ അമ്മയുടെ ഉദരം എന്നേക്കും എൻ്റെ ശവകുടീരമായിരുന്നു. എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത്? അധ്വാനവും സങ്കടവും കാണാനോ? എൻ്റെ ദിനങ്ങൾ അപമാനത്താൽ കഴിച്ചു കൂട്ടുന്നതിനോ? ജെർമിയ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം. ജെറുസലേം നശിപ്പിക്കപ്പെടും. സെദക്കിയ രാജാവ് മിൽക്കിയായുടെ മകനായ പാഷൂറിനെയും മനാസായുടെ മകനായ പുരോഹിതൻ സെഫാനിയായെയും ജെർമിയായുടെ അടുക്കൽ അയച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് ആരായുക. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവനെ പിന്തിരിപ്പിച്ചേക്കാം. ജെറമിയ അവരോട് പറഞ്ഞു, സെദക്കിയായോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെ ഉപരോധിച്ചുകൊണ്ട് നഗരഭിത്തികൾക്ക് പുറത്തു നിൽക്കുന്ന ബാബിലോൺ രാജാവിനോടും കൽദയ സൈന്യത്തോടും നിങ്ങൾ പൊരുതുകയാണല്ലോ. നിങ്ങൾ വഹിക്കുന്ന ആയുധങ്ങൾ ഞാൻ വാങ്ങി നഗരമധ്യത്തിൽ കുമ്പാരം കൂട്ടും. ഞാൻ തന്നെ കരുത്തുറ്റ കരം നീട്ടി രോക്ഷത്തോടെ, കോപത്തോടെ, ക്രോധത്തോടെ നിങ്ങളോട് യുദ്ധം ചെയ്യും. ഈ നഗരവാസികളെ ഞാൻ പ്രഹരിക്കും. മനുഷ്യരും മൃഗങ്ങളും മഹാമാരിയിൽ മരിക്കും. അതിനുശേഷം ഞാൻ യൂദയ രാജാവായ സെദക്കിയായെയും ദാസന്മാരെയും
പകർച്ചവ്യാധിയിൽ നിന്നും വാളിൽ നിന്നും പട്ടണത്തിൽ നിന്നും രക്ഷപ്പെട്ട നഗരനിവാസികളെയും ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെയും അവന്റെ ശത്രുക്കളുടെയും അവരുടെ ജീവനെടുത്തവരുടെയും കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും. അവർ അവരെ വാളിനിരയാക്കും. ദയയോ ദാക്ഷിണ്യമോ അനുകമ്പയോ കാണിക്കുകയില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു. ഈ ജനത്തോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, ജീവന്റെയും മരണത്തിന്റെയും മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നു. നഗരത്തിൽ താങ്ങുന്നവൻ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധിയാലും മരിക്കും. എന്നാൽ പുറത്തിറങ്ങി നിങ്ങളെ വളഞ്ഞിരിക്കുന്ന കൽദയാർക്കാർക്ക് കീഴടങ്ങുന്നവൻ ജീവിക്കും. യുദ്ധത്തിന്റെ സമ്മാനം എന്ന നിലയിൽ അവന് തന്റെ ജീവൻ കിട്ടും. എന്തെന്നാൽ എന്റെ മുഖം ഈ നഗരത്തിനെതിരെ നന്മയായിട്ടല്ല തിന്മയ്ക്കായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. കർത്താവ് അരുൾ ചെയ്യുന്നു. ബാബിലോൺ രാജാവിന്റെ കൈകളിൽ അത് ഏൽപ്പിക്കപ്പെടും. അവൻ അത് അഗ്നിക്കിരയാക്കും. രാജാക്കന്മാർക്ക് ശിക്ഷ. യൂദയ രാജാവിന്റെ ഭരണത്തോടും യൂദാ രാജാവിന്റെ ഭവനത്തോട് നീ പറയുക, കർത്താവിന്റെ വാക്കു കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ ഭവനമേ, കർത്താവ് അരുൾ ചെയ്യുന്നു, പ്രഭാതത്തിൽ നീതി നിർവഹിക്കുക. കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ കുതിച്ചുയരും. ആർക്കും ശമിപ്പിക്കാനാകാത്ത വിധം അത് ആളിക്കത്തും. സമതല മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൽ പാർപ്പിടമുറപ്പിച്ചവനെ, ഞാൻ നിങ്ങൾക്ക് എതിരാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു. ആര് ഞങ്ങൾക്കെതിരെ വരും? ആര് ഞങ്ങളുടെ വാസസ്ഥലത്ത് പ്രവേശിക്കും എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തിക്കൊത്ത് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. അവരുടെ മനത്തിന് ഞാൻ തീ കൊളുത്തും. അത് ചുറ്റുമുള്ളതെല്ലാം ദഹിപ്പിച്ചു കളയും. കർത്താവ് അരുൾ ചെയ്യുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം. കർത്താവ് അരുൾ ചെയ്യുന്നു. നീ യൂദാ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി അറിയിക്കുക, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യൂദാ രാജാവായ നീയും നിന്റെ സേവകരും ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിന്റെ ജനവും കർത്താവിന്റെ വാക്ക് കേൾക്കുവിൻ എന്ന് പറയുക. കർത്താവ് അരുൾ ചെയ്യുന്നു. നീതിയും ന്യായവും നിർവഹിക്കുക. കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അതിക്രമമോ കാട്ടരുത്. ഈ സ്ഥലത്ത് നിരപരാധന്റെ രക്തം വീഴ്ത്തുകയും അരുത്. ഈ വാക്ക് അന്യോന്യം അനുസരിച്ചാൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സേവകരും ജനവും ഈ കൊട്ടാരത്തിന്റെ കവാടങ്ങളിലൂടെ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് പ്രവേശിച്ചു കൊണ്ടിരിക്കും. എന്റെ ഈ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ ഞാനാണ് ഈ കൊട്ടാരം നാശകൂമ്പാരമായി തീരും. കർത്താവാണിത് അരുൾ ചെയ്യുന്നത്. യൂദാ രാജാവിന്റെ കൊട്ടാരത്തെക്കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു. നീ എനിക്ക് ഗിലിയാദ് പോലെയും ലെബനോൻ കൊടുമുടി പോലെയുമാണ്. എങ്കിലും ഞാൻ നിന്നെ മരുഭൂമിയാക്കും, ഒരു വിജന നഗരം. നിനക്കെതിരെ ഞാൻ ആയുധധാരികളായ സംഹാരകരെ ഒരുക്കിയിരിക്കുന്നു. നിന്റെ അതിവിശിഷ്ട ദേവദാരുക്കൾ അവർ വെട്ടിവീഴ്ത്തി തീയിലെറിയും. ഈ നഗരത്തിനടുത്തുകൂടെ അനേകം ജനതകൾ കടന്നുപോകും. ഓരോരുത്തരും അയൽക്കാരനോട് ചോദിക്കും, ഈ മഹാനഗരത്തോട് കർത്താവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രവർത്തിച്ചത്? അവർ തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടി അവഗണിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്ന് അവർ ഉത്തരം പറയും. മരിച്ചവനെ കുറിച്ചോർത്ത് വിലപിക്കേണ്ട, എന്നാൽ നാടുവിട്ട് പോകുന്നവനെ ഓർത്ത് ഉള്ളൊരുകി കരയുവിൻ. ജന്മദേശം കാണാൻ അവൻ തിരിച്ചു വരികയില്ലേ? ജോസിയായുടെ മകനും യൂദയ രാജാവുമായ ശല്ലൂം തന്റെ പിതാവായ ജോസിയായ്ക്ക് പകരം നാടുവാണു. ഈ സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തു. അവനെക്കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു. അവൻ ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല. അവർ അവനെ കൊണ്ടുപോയി തടവിലിടുന്ന സ്ഥലത്ത് വെച്ച് അവൻ മരിക്കും. ഈ ദേശം ഒരിക്കലും അവൻ കാണുകയില്ല. അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിനു മുകളിൽ മുട്ടപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശബ്ദൻ.
വിശാലമായ മുറികളുള്ള വലിയൊരു മാളിക ഞാൻ പണിയുമെന്ന് അവൻ പറയുന്നു. അവൻ അതിന് ജാലകങ്ങൾ പിടിപ്പിക്കുകയും ദേവദാരു കൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് ചായം പൂശുകയും ചെയ്യുന്നു. ധാരാളം ദേവദാരുക്കൾ ഉള്ളതിനാൽ രാജാവാണെന്ന് നീ കരുതുന്നുവോ? നിന്റെ പിതാവ് ജീവിതം ആസ്വദിച്ചില്ലേ? അവൻ നീതിയും ന്യായവും നടത്തുകയും ചെയ്തു. അതുകൊണ്ട് അവന് എല്ലാം ശുഭമായി തീരുന്നു. അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തിക്കൊടുത്തു. അന്ന് എല്ലാം നന്നായിരുന്നു. എന്നെ അറിയുകയെന്നാൽ ഇത് തന്നെയല്ലേ എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിനും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിനും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിനും മാത്രം വ്യാപൃതമായിരിക്കുന്നു. അതുകൊണ്ട് ജോസിയായുടെ മകനും യൂദയ രാജാവുമായ യെഹോയാക്കീമിനെ കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു. ഹാ എന്റെ സഹോദരയ, ഹാ എന്റെ സഹോദരി എന്ന് പറഞ്ഞ് ആരും അവനെ ചൊല്ലി കരയുകയില്ല. ഹാ എന്റെ യജമാനനെ, ഹാ എന്റെ പ്രഭോ എന്ന് പറഞ്ഞ് അവനെ ഓർത്ത് വിലപിക്കുകയുമില്ല. കഴുതയെ പോലെ ആയിരിക്കും അവനെ സംസ്കരിക്കുക. അവൻ ജെറുസലേം കവാടത്തിന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. ലെബനോനിൽ ചെന്ന് നീ നിലവിളിക്കുക. ബാഷാനിൽ നിന്റെ ശബ്ദം മുഴങ്ങട്ടെ. അബാറിൽ മേൽ നിന്ന് ഉച്ചത്തിൽ കരയുക. നിന്റെ കൂട്ടുകാർ നാശമടഞ്ഞിരിക്കുന്നു. നിന്റെ ഐശ്വര്യകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, ഞാൻ അനുസരിക്കുകയില്ല എന്ന് നീ പറഞ്ഞു. ചെറുപ്പം മുതലേ നീ എൻ്റെ വാക്ക് കേട്ടിട്ടില്ല. നിന്റെ ഇടയന്മാരെ കാറ്റു പറപ്പിക്കും. നിന്റെ ഉറ്റവരെ അടിമകളാക്കി കൊണ്ടുപോകും. അപ്പോൾ നിന്റെ ദുഷ്ടതയെക്കുറിച്ച് നീ ലജ്ജിക്കുകയും അമ്പരക്കുകയും ചെയ്യും. ദേവദാരുക്കളുടെ ഇടയിൽ കൂടി കെട്ടി ലെബനോനിൽ വസിക്കുന്നവളെ, ദേവദാരുക്കളുടെ ഇടയിൽ കൂട് കെട്ടി ലെബനോനിൽ വസിക്കുന്നവളെ, ഈറ്റുനോവെന്ന പോലെ പുളയുമ്പോൾ എപ്രകാരമായിരിക്കും നീ ഞെരങ്ങുക? കർത്താവ് അരുൾ ചെയ്യുന്നു. യെഹോയാക്കീമിന്റെ മകനും യൂദയ രാജാവായ കോണിയ എന്റെ വലതു കൈയിലെ മുദ്രമോതിരമാണെങ്കിൽ പോലും അവനെ ദൂരെ എറിയുമെന്ന് കർത്താവായ ഞാൻ ശപഥം ചെയ്യുന്നു. നിന്റെ ജീവനെ തേടുന്നവരുടെ കയ്യിൽ നീ ഭയപ്പെടുന്ന ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെയും കൽദായരുടെയും കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. നിന്നെയും നിനക്ക് ജന്മമേകിയ അമ്മയെയും മറ്റൊരു നാട്ടിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കും. നിന്റെ ജന്മദേശമല്ലാത്ത ആ നാട്ടിൽ വെച്ച് നീ മരിക്കും. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന നാട്ടിലേക്ക് അവർ വരികയില്ല. ഇക്കോണിയ ആർക്കും വേണ്ടാതെ പുറന്തള്ളപ്പെട്ട പൊട്ടക്കലമാണോ? അവർക്ക് അജ്ഞാതമായ നാട്ടിലേക്ക് അവനും മക്കളും എന്തിനു ചുഴറ്റിയെറിയപ്പെടുന്നു? ഓ ദേശമേ, ദേശമേ, ദൈന്യദേശമേ, കർത്താവിന്റെ വാക്ക് കേൾക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു. സന്തതിയില്ലാത്തവനിൽ നിന്നും ജീവിതത്തിന്റെ പരാജയപ്പെട്ടവനിൽ നിന്നും ഇവനെ എഴുതിത്തള്ളുക. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനും യൂദയായിൽ ഭരണം നടത്തുന്നതിനും അവന്റെ സന്തതികളിൽ ആർക്കും ഭാഗ്യമുണ്ടാവുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.